ഇത്ര നല്ല ഇങ്ങനെയാണ് വീഴുന്നത്. ഇങ്ങനെ വീഴുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഇതിനെ ഒന്നും നോക്കിയില്ല. ഞാനൊന്നും നോക്കില്ല, ഇങ്ങനെ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് പുള്ളി വീഴുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെയാലും ഇവരെ രക്ഷിക്കണം എന്നുള്ള രീതിയായിരുന്നു. അപ്പം കാര്യം ബെൽറ്റ് എല്ലാം ഇട്ട് പുള്ളി വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റാതെ അങ്ങനെ ഇത് കക്ഷിയായിരുന്നു. പറഞ്ഞ എനിക്കെന്തും വന്നാലും ഒരു കുഴപ്പമില്ല. കാര്യം നമ്മുടെ കൂടെ 22 വർഷം കൊണ്ട് പണിയുന്ന വ്യക്തിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഗണേശേട്ടൻ, ഇത് ശങ്കരേട്ടൻ. ഇവർ രണ്ടുമാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു CCTV ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത്. നമ്മുടെ ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വഴിക്കാണ് ചേട്ടൻ താഴോട്ട് പോയതും ആ സമയത്ത് ഒന്നും ചിന്തിക്കാതെ ഗണേശേട്ടൻ ആളെ ക്യാച്ച് ചെയ്തതും. അതിൽ നമ്മുടെ ക്രിക്കറ്റിൻ്റെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല ക്യാച്ച് എന്ന് വേണം പറയാൻ. ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിട്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. എന്നിട്ടും ഒന്നും നോക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചത്. സോഷ്യൽ മീഡിയയിലൊക്കെ പല കമൻറ്റുകളും വരുന്നുണ്ട്, ഒരുപാട് സപ്പോർട്ടുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ. നമ്മുടെ കൊല്ലം ജില്ലയിലെ ഓരോ വാർത്തകളും നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്ന മാധ്യമങ്ങളെയാണ് കാണുന്നതെങ്കിൽ പോസിറ്റീവായിട്ട് വരുന്ന വാർത്തകൾ കൂടെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കണം. ഈ വാർത്ത ചെറിയൊരു വാർത്തയല്ല. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനേക്കായി വലിയൊരു കാര്യം വേറെ ഒന്നുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ജീവൻ രക്ഷപ്പെട്ട ആളും ജീവൻ രക്ഷപ്പെടുത്തിയ ആളും എൻ്റെ മുന്നിലുണ്ട്. എന്താ പറയാനുള്ളത് രണ്ടുപേർക്ക്? രക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ നേരത്തെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് രക്ഷപ്പെട്ടു. ഇതിൽ നിന്ന് തട്ടിളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ തട്ട് ഇളക്കാനുള്ള ഷെയ്ഡിൻ്റെ മുട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തെറ്റി മുട്ടുമായിട്ട് ഞാൻ താഴെ വീഴുകയായിരുന്നു. അദ്ദേഹം ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് വലിയൊരു ക്യാച്ച് ആയിരുന്നു അല്ലെ? ക്രിക്കറ്റിന്റെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ക്യാച്ച്. ഡിസ്കിന്റെ കംപ്ലൈന്റ് ഒക്കെ ഉള്ള കക്ഷിയായിരുന്നു. ഒന്നും നോക്കിയില്ല. അതില് ആ ഒരു സെക്കൻഡില് നമ്മള് ഒരു മനസ്സ് ചിന്തിച്ച് തീരുന്നതിന് മുമ്പേ നമ്മള് കൈ വെച്ചു. ബെൽറ്റ് എല്ലാം ഇട്ട് പുള്ളി വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റാതെ അങ്ങനെ ഇത് കക്ഷിയായിരുന്നു. എന്തായാലും അത് പുള്ളിയുടെ നോക്കിയില്ല. പുള്ളിയുടെ വേറെ പുള്ളി നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യുമായിരുന്നു. ചെറിയൊരു കാര്യമൊന്നും അല്ല ചേട്ടൻ ചെയ്തത്. ഈ നടുവൊന്നും വയ്യാതെ തന്നെ ഒരു ജീവൻ രക്ഷിക്കാൻ കാണിച്ച മനസ്സ്, അതിനൊരു സല്യൂട്ട് തന്നേ പറ്റും. ഞാനൊന്നും നോക്കില്ല, ഇങ്ങനെ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് പുള്ളി വീഴുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെയാലും ഇവരെ രക്ഷിക്കണം എന്നുള്ള രീതിയായിരുന്നു. അപ്പം കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കെന്തും വന്നാലും ഒരു കുഴപ്പമില്ല. കാര്യം നമ്മുടെ കൂടെ 22 വർഷം കൊണ്ട് പണിയുന്ന വ്യക്തിയാണ്. അപ്പം പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എന്തോ സംഭവിക്കട്ടെ, വേറെ ആരുണ്ട്, എന്നെ രക്ഷപ്പെടുത്തുക. അല്ലാതെ ചേട്ടൻ എന്തെങ്കിലും കുഴപ്പമില്ലാണ്ടായിരുന്നു? ഞാൻ എന്തിനാ വിളിച്ചോണ്ട് ചോദിച്ചായിരുന്നു, ചേട്ടൻ എന്തെങ്കിലും പറ്റിയായിരുന്നു? വീണിട്ട് മുട്ടിന് ചെറിയൊരു പോറല്, പിന്നെ ആ സമയത്തൊരു ചെറിയ പെയിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ വെല്ലം പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് നോക്കിയപ്പം ഇച്ചിരി കുറവുണ്ട്, വലിയ പൊട്ടലും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ വിചാരിച്ചെന്നാൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ തുടർന്ന് ജോലി ചെയ്തു. മുകളിലത്തെ നില നിൽക്കുമായിരുന്നു. ഇപ്പോൾ അപ്പോഴും പുള്ളി ഇങ്ങനെ മുട്ടിളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കി കണ്ടോണ്ടിരിക്കുക. പക്ഷെ ഞാൻ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. വേറെ കാര്യമുണ്ട്, ഇവിടെ കിടക്കുന്ന സാധനം എല്ലാം നോക്കുന്നുണ്ട്. നോക്കിയിട്ട് ചുമ്മാ കൊതുവൊക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെയൊക്കെ താഴെയൊക്കെ നോക്കിയിട്ട് പിന്നെ വെള്ളോട്ട് നോക്കിയപ്പോഴാണ് ഈ ആദ്യത്തെ ഒരു മുട്ടിളക്കി. ആകെ 2 മുട്ട ഉള്ളായിരുന്നു. പുള്ളി രണ്ടാമത്തെ ആ മുട്ട ഇളക്കിയപ്പോഴത്തെ പുള്ളിയുടെ ഇന്ന് ബാലൻസ് തെറ്റിയാണ്. മുട്ട് വല്ലാത്ത രീതി ആയപ്പോഴത്തേക്ക് പുള്ളി താഴോട്ട് വീഴുമായിരുന്നു. അപ്പം ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ വീഴുന്ന ഒരാളെ നമുക്ക് എങ്ങനെയും രക്ഷപ്പെടുത്തണമെന്നുള്ള രീതി. അപ്പോഴത്തേക്ക് ഇത്ര നല്ല ഇങ്ങനെയാണ് വീഴുന്നത്. ഇങ്ങനെ വീഴുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഇതിനെ ഒന്നും നോക്കിയില്ല. അത് രണ്ടുപേർക്കും അപകടമാകുന്ന സംഭവമായിരുന്നു. ഇപ്പൊ എന്തായാലും ചേട്ടന് ഈ നടുവേദനയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിരുന്നു. എനിക്ക് ഒരു 10-15 വർഷം കൊണ്ട് നടുവിന് പ്രശ്നമുണ്ട്. ഈ സംഭവത്തിന് ശേഷം കുഴപ്പമൊന്നുമില്ലല്ലോ? വേറെ കുഴപ്പമില്ല. ഈ കാലിന് ഇച്ചിരി ആ വെയിറ്റ് കൊടുത്തതിന്റെ ഒരു ഇതുണ്ട്, ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. ചേട്ടനെ പരിചയപ്പെടാൻ കഴിയുന്നതും ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴാണ് പുള്ളി പെട്ടെന്ന് അപകടം ഉണ്ടായത്. പക്ഷേ നമ്മുടെ കോൺട്രാക്ടർ, നമ്മുടെ അടുത്ത സുഹൃത്തുമായ നമ്മുടെ ഗണേശണ്ണൻ പെട്ടെന്ന് താഴെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഏറ്റവും വലിയ പ്രവർത്തനം കൊണ്ട് പുള്ളിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അത് വളരെ സന്തോഷമുണ്ട്. കൂടെ നിന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് അപകടം പറ്റിയില്ല, പുള്ളിക്കാണ് അപകടം പറ്റി.